സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലെ ധൂർത്തെന്ന വിമർശനമേറ്റ കേരളീയം പരിപാടിയുമായി സർക്കാർ ഇതാ വീണ്ടും രംഗത്തെത്തും. കഴിഞ്ഞ തവണ നവംബറിലാണ് കേരളീയം പരിപാടി നടത്തിയതെങ്കിൽ ഇത്തവണ ഡിസംബറിലാണ്. ചെലവ് പരമാവധി ചുരുക്കിയും ചെലവാകുന്ന തുക പൂർണ്ണമായും സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തിയും പരിപാടി നടത്താനാണ് തീരുമാനം. കേരളീയത്തിന് പണം ചെലവാക്കുന്ന സർക്കാരിന് പാവപ്പെട്ടവരുടെ ആവശ്യങ്ങൾക്ക് പണമില്ലെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. രണ്ടാം കേരളീയത്തിനായി ചീഫ് സെക്രട്ടറി അധ്യക്ഷനും വ്യവസായ ഡയറക്ടർ കൺവീനറുമായി സംഘാടക സമിതി രൂപീകരിച്ച് മുന്നോട്ടു പോവുകയാണ് സർക്കാർ. ചില മാറ്റങ്ങളോടെയാണ് ഇത്തവണത്തെ കേരളീയം സംഘടിപ്പിക്കുന്നത്. നവംബർ 1 കേരള പ്രവിന്ദത്തിൽ തുടങ്ങിയ കേരളീയം ഇത്തവണ ഡിസംബറിലാകും നടക്കുക. നവംബറിൽ തുടങ്ങി ഡിസംബർ വരെ നീളുന്ന തരത്തിലും ആലോചിക്കുന്നുണ്ട്. കാലാവസ്ഥാ ഭീഷണിയാണ് ഡിസംബറിലേക്ക് മാറ്റാനുള്ള ഒരു കാരണം. ഓണാഘോഷത്തിന് പിന്നാലെ തലസ്ഥാനത്ത് മറ്റൊരു മെഗാ പരിപാടി നടത്തിയാൽ ശ്രദ്ധ കിട്ടുമോ എന്ന ആശങ്കയും ഡിസംബറിലേക്ക് മാറ്റാൻ കാരണമായി. നടത്തിപ്പ് ചുമതല ടൂറിസം വകുപ്പിൽ നിന്ന് മാറ്റി പബ്ലിക് റിലേഷൻസ് വകുപ്പിനെ ഏൽപ്പിച്ചതാണ് വേറൊരു മാറ്റം. ആദ്യ വർഷം കേരളീയത്തിനായി സർക്കാർ 27 കോടി രൂപയാണ് വകയിരുത്തിയത്. ഇതിൽ 11.47 കോടി രൂപ സ്പോൺസർഷിപ്പ് വഴി കണ്ടെത്തി. ബാക്കി തുക സർക്കാരാണ് ചെലവാക്കിയത്. വേറെ കാര്യത്തിന് കാശില്ല. 1000 കോടി രൂപ പാവപ്പെട്ട കർഷകനെ നഷ്ടപ്പെട്ടിട്ട് അവന് നഷ്ടപരിഹാരം കഴിഞ്ഞ കൊല്ലത്തെ നഷ്ടപരിഹാരം കൊടുത്തിട്ടില്ല. ഉച്ച കഞ്ഞിക്കുള്ള പണം കൊടുക്കുന്നില്ല. സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കൊടുക്കുന്നില്ല. 6 മാസത്തേത് അവധിയാണ്. കാരുണ്യ ബെനവലന്റ് ഫണ്ടിൽ പൈസ കൊടുക്കുന്നില്ല. പാവപ്പെട്ട രോഗികൾക്ക് ആരോഗ്യകരണം പദ്ധതി നടപ്പാക്കുന്നില്ല. കോക്ലിയർ ഇംപ്ലാന്റിൻ്റെ കാശ് കൊടുക്കുന്നില്ല. കേരളീയം നടത്തി ആഘോഷിക്കാൻ കാശുണ്ട്. ഇതിനാണ് ജനങ്ങൾ തിരിച്ചടി കൊടുത്തത്. അത് മനസ്സിലാക്കാതെ തെറ്റ് തിരുത്താതെ മുമ്പോട്ട് പോട്ടെ. നല്ല കാര്യം ഇങ്ങനെ തന്നെ പോയാൽ മതി. വിമർശനം മുന്നിൽ കണ്ട് ഇത്തവണത്തെ കേരളീയത്തിന് സർക്കാർ പണം ചെലവാക്കേണ്ട എന്നാണ് തീരുമാനം. ചെലവിനുള്ള മുഴുവൻ തുകയും സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തണമെന്നാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. ചെലവ് പരമാവധി കുറയ്ക്കണമെന്നും നിർദ്ദേശമുണ്ട്. ആദ്യ കേരളീയത്തിലെ പോലെ വൻതുക ചെലവിട്ടുള്ള കലാപരിപാടികൾ ഉണ്ടാകില്ല. സെമിനാറുകളുടെ എണ്ണവും കുറയ്ക്കും. സംസ്ഥാനം കൈവരിച്ച നേട്ടങ്ങൾ ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരളീയം പരിപാടി പ്രഖ്യാപിച്ചത്. എന്നാൽ സെമിനാറുകൾക്കപ്പുറം ഈ ദിശയിൽ കാര്യമായിട്ടൊന്നും നടന്നില്ല. കലാപരിപാടികളും ഭക്ഷ്യമേളയുമായിരുന്നു മുഖ്യ ആകർഷണം. ഇതിനൊക്കെ സർക്കാർ ജീവനക്കാരെ കൊണ്ട് പണം പിരിപ്പിക്കുന്ന മോശം കീഴ്വഴക്കവും ഇതിലൂടെ സൃഷ്ടിക്കപ്പെട്ടു. റിപ്പോർട്ടർ ആർ ശ്രീജിത്ത്, റിപ്പോർട്ടർ തിരുവനന്തപുരം. ആർ ശ്രീജിത്ത് നമുക്കൊപ്പം ചേരുന്നു തത്സമയം. ഗുഡ് ഈവനിങ് ആർ ശ്രീജിത്ത്. കേരളീയം വേണോ വേണ്ടയോ എന്നല്ല, കേരളീയം നടത്താൻ തീരുമാനിക്കുന്നു. അതിനാവശ്യമായ പിരിവ് നേരത്തെ തുടങ്ങി പരിപാടികൾ ഗംഭീരമാക്കാൻ പറയുമ്പോൾ മറുഭാഗത്ത് ക്ഷേമ പെൻഷൻ കിട്ടാതെ നിൽക്കുന്ന ആളുകളുണ്ട് എന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുകയാണ്. സർക്കാരിന്റെ മുൻഗണന എവിടെയാണ് ആർ ശ്രീജിത്ത്? സുജയ, തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം സർക്കാരിൻ്റെ മുൻഗണനയിൽ വലിയ മാറ്റങ്ങൾ വരണമെന്ന ആവശ്യം CPIM-നകത്തു നിന്നും CPI അകത്തു നിന്നും മറ്റ് ഘടകകക്ഷികളിൽ നിന്നും ശക്തമായി ഉയരുന്നതിനിടെയാണ് ഇത്തരത്തിൽ മുൻഗണനാ ക്രമത്തിൽ കാര്യമായ മാറ്റങ്ങളില്ല എന്ന് സൂചന നൽകുന്ന ചില തീരുമാനങ്ങൾ സർക്കാരിൽ നിന്ന് വരുന്നത്. അതിലൊന്നാണ് കേരളീയം എന്ന പരിപാടി വീണ്ടും നടത്താനുള്ള തീരുമാനം. കേരളീയം നടത്താൻ നേരത്തെ പ്രഖ്യാപിച്ചത് കേരളം കൈവരിച്ച നേട്ടങ്ങൾ ലോകത്തിനു മുമ്പിൽ പ്രദർശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്, ഷോക്കേസ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ്. ആ ലക്ഷ്യം എത്രമാത്രം സാധ്യതപ്രായമായി എന്ന കാര്യത്തിലുള്ള ഒരു തർക്ക വിഷയമായി നിലനിൽക്കെ രണ്ടാം കേരളീയം എഡിഷനുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ഇതിലാണിപ്പോൾ പ്രതിപക്ഷം വിമർശനവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. പാവപ്പെട്ടവൻ്റെ ആവശ്യങ്ങൾക്കായി ക്ഷേമാനുകൂല്യങ്ങൾ നൽകാനായി പണമില്ല, ക്ഷേമ പെൻഷൻ നൽകാൻ പണമില്ല, സർക്കാർ ജീവനക്കാരുടെ DA കുടിശ്ശിക നൽകാൻ കഴിയില്ല, കാരുണ്യ ചികിത്സാ ചെലവ് നൽകാൻ പറ്റുന്നില്ല. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ സർക്കാരിന് മുന്നിലുണ്ട്. അപ്പോൾ സർക്കാരിൻ്റെ പ്രയോറിറ്റി എന്താണ്, സർക്കാരിൻ്റെ മുൻഗണന എന്താണ് എന്ന വിമർശനമാണ് പ്രതിപക്ഷം ഇപ്പോൾ ഉയർത്തുന്നത്. എന്നാൽ അത് സർക്കാർ ചെവിക്കൊള്ളുന്നില്ല. രണ്ടാം കേരളീയവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. സംഘാടക സമിതി അടക്കം രൂപീകരിച്ചിരിക്കുന്നു. ചീഫ് സെക്രട്ടറി അധ്യക്ഷനും വ്യവസായ വകുപ്പ് ഡയറക്ടർ ഹരികിഷോർ IAS കൺവീനറുമായിട്ടുള്ള സംഘാടക സമിതിയാണ് രൂപീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഇത്തവണ അത് നവംബറിലല്ല ഡിസംബറിലാണ് കേരളീയം നടത്തുന്നത്. കേരളീയം പരിപാടിയുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്.